ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാണ്. ക്ലാസിക് പോരിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. രാത്രി 8-ന് ദുബായിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. 9ാം കിരീടം ലക്ഷ്യമിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിലൊരു ആവേശ പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഹസ്തദാന വിവാദമടക്കം നിലനിൽക്കെ ആ ആവേശം എത്രത്തോളമാണ് എന്ന് പ്രത്യേകമായി നമ്മൾ പറയേണ്ടതില്ല. ഒരു വലിയ കരുത്തരാണ് ഇന്ത്യ. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ ടീം കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. സഞ്ജു കളിക്കുമോ എന്നടക്കമുള്ള ആകാംക്ഷകൾ ഒരു ഭാഗത്ത്. വിവരങ്ങൾ പറയൂ അനിൽ വാസുദേവ്. ഗുഡ് ഈവനിങ് റീജിത്ത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഹസ്തദാന വിവാദം തന്നെയാണ് ഇന്നത്തെ ഈ ഫൈനലിനെ കുറച്ചുകൂടി എരിവും പുളിയും ഒക്കെ തന്നെ ഏറ്റുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വലിയ പോരുകൾ ഉണ്ടായിട്ടുണ്ട്, കലിപ്പുണ്ടായിട്ടുണ്ട്, തമ്മിൽ വലിയ വാക്പോരങ്ങളും കയ്യാങ്കളിയോളം എത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വാക്ക് പോലും പറയാതെ രണ്ട് ടീമുകൾ തമ്മിൽ വലിയ രീതിയിൽ വാക്പോരിലേക്കോ അല്ലെങ്കിൽ വലിയ തരത്തിൽ ഒരു ഭിന്നതയിലേക്കൊക്കെ തന്നെ ഇത്തവണയാണ് അങ്ങനെ പോകുന്നത് കണ്ടത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും വേണ്ട, അത് കളിക്കളത്തിലാണെങ്കിൽ പോലും എന്ന തരത്തിലാണ് ഇന്ത്യയുടെ പെരുമാറ്റം. ടോസിന്റെ സമയത്ത് പിന്നീട് മത്സരം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കാൻ പോലും തയ്യാറാവാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യക്കെതിരെ നേരിട്ട തോൽവിയേക്കാൾ പാകിസ്ഥാന് വലിയ നാണക്കേടായത് ഈ കൈ കൊടുക്കാതെ മടങ്ങിയതാണ്. ഒപ്പം തന്നെ അവർക്ക് നേരെ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടതാണ്. തൊട്ടടുത്ത മത്സരത്തിൽ അതിനെതിരെ അവരുടെ ഗൺഫയർ സെലിബ്രേഷനും ഒപ്പം തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനം തുടർന്നത്. പക്ഷേ അവിടെയും വീണ്ടും ഒരു 6 വിക്കറ്റ് ജയത്തോടുകൂടി സൂപ്പർ 4-ലും ഇന്ത്യ ആധിപത്യം പുലർത്തുന്നു കണ്ടു. ഇങ്ങനെ ഈ ടൂർണമെന്റിലെ 3ാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വരുന്നത്. കിരീട പോരാണ്. ആധിപത്യം തുടരാൻ ഇന്ത്യയും പകരം വീട്ടാനും ഒക്കെ തന്നെയാണ് പാകിസ്ഥാനും ഇറങ്ങുന്നത്. എന്തായാലും ഒരു ആവേശ പോരാട്ടം തന്നെയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ 9ാം കിരീടമോ അതോ പാകിസ്ഥാന്റെ 3ാം കിരീടമോ, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു ആവേശം അങ്ങേയറ്റത്തെ ഒരു ക്ലാസിക് പോരാട്ടം തന്നെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ശരി, ആവേശ പോരാട്ടത്തിന് രാത്രി 8 മണി വരെ കാത്തിരുന്നാൽ മതി. 8 മണിക്കാണ് ദുബായിലാണ് രാത്രി 8 മണിക്ക് മത്സരം നടക്കുന്നത്. അനിൽ വാസുദേവ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.